ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നോടെ അറിയോ നമ്മളെ സാല് പോയി. സാലിൻ്റെ വരികയാണ്, ഓന് ഗൾഫിൽ പോവാണ്, ഓനെ കൊണ്ടാക്കാൻ. അപ്പം ഇനി നമ്മൾ സാലിൻ്റെ ഗൾഫിൽ പോവാണ്. നമ്മളെ ടീമത്തെ ആദ്യത്തെ നേരെ ട്രെയിൻ കയറിക്കാണ്ട് കുറച്ച് വ്യത്യാസം കണ്ടു വരും. അങ്ങനെയല്ല, അത് സീരിയസ്ലി കേറാണ്. ഞാനും പോണില്ല. പിന്നെ അവിടെ കൂടി അപ്പൊ സാല് മാറ്റി. സാല് ഇൻട്രോവേർട്ട് അല്ലേ, നമ്മളെ സാലിന് ഇൻട്രോവേർട്ട് അഭിപ്രായത്തിലാണ്. ഓരോരോ അഭിപ്രായം അല്ലെ വീഡിയോ ഇട്ടിട്ട് പ്രശ്നമില്ല. ഓന്റെ പെങ്ങളുണ്ട്, ഓന്റെ പെങ്ങളെ പെട്ടിയത്. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ പെടൂല. ഇത് ഒരു പെട്ടി, ഇത് ഓന്റെ പെങ്ങളെ പെട്ടി. ഇതെന്റെ വീട്ടിലോ ഇത് ഓളെ പെട്ടി. ഇതോ 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 ഇത് സാലിനെ പറ്റി. പിന്നെ അവനക്കൊരു ബാഗ്, സൈഡ് ബാഗ്, പാസ്പോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഫവാസിനായിരുന്നു എടുത്തതാണ്. അപ്പൊ ഓന്റെ അല്ല, ഓന്റെ അല്ല. ആ വാടക, അതും വാടക. ഇനി ഓന്റെ ഒരു ബാഗ് തരാണ്ട്. അവന്റെ അപ്പൊ എന്റെ മറ്റു ബാഗ് കൂടെ അപ്പൊ ഇതാക്കി പ്രീ ബാഗ് ആക്കി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വണ്ടിക്ക് സെറ്റല്ലേ? ഹലോ, ഫുഡ് കഴിക്കണേ. ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓൻ്റെ അമ്മ വായാണ്, ഓൻ്റെ അമ്മ ഒന്നും പറയണില്ല. വീഡിയോ സങ്കടത്തിലാണ്. നല്ല ചിക്കൻ ബിരിയാണി പോയി കഴിച്ചില്ല. ഇരിക്കടാ. ഇറങ്ങുമ്പോ കേട്ടോ. അവിടുന്നൊക്കെ നമ്മളൊക്കെ കെട്ടിപ്പിടിച്ചാ. അല്ല, ഓന്റെ കാക്കപ്പള എത്തിക്കണ്ട് കേട്ടോ. ചോറ് കഴിച്ചാൽ നേരത്ത് പോവാൻ ഒരു ദിവസം പണിക്ക് ലീവ് എടുക്കാം. അപ്പൊ ഫുഡ് കഴിക്കണം. ബാക്കി വിശേഷങ്ങൾ ബാക്കി കാണാം. സലാമുണ്ട് കേട്ടോ, സലാമുണ്ട്. സലാമേ ഒരായി കൊടുക്കൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിവരങ്ങൾ കാണാം അല്ലേ? وقنا ربنا شر ما قضيت اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا. സിനാനേറ്റി സാലി നമ്മളെ വണ്ടി കേട്ടോ. നമ്മള് സാലിന് അധികം കയറ്റിയാണ്ടേ. മറ്റേ വലിയ അക്ഷയ പണിക്കാരനല്ലേ ഓനല്ലേ കയറ്റ. ഡ്രൈവർ സാലു വേഗം കയറാം, അല്ലെങ്കിൽ എനിക്ക് സീറ്റ് ഉണ്ടാവില്ല വണ്ടിയില്. ഞാൻ വേഗം കയറട്ടോ, അല്ലെങ്കിൽ നമുക്ക് സീറ്റ് ഉണ്ടാവില്ല വണ്ടിയില്. നമ്മളെ ചെക്കൻ ഇറങ്ങിക്കോട്ടോ, പെരീന്ന് ഇറങ്ങി. നമ്മളെല്ലാരും ഇറങ്ങി. അപ്പൊ നമ്മളിങ്ങനെ പുറത്തിറങ്ങി വണ്ടി കയറാൻ വേണ്ടി. നമ്മളിറങ്ങാട്ടോ. ബിസ്മില്ലാ. അതുണ്ടാവടാ. അപ്പൊ ഞാൻ പോയെന്ന് കണ്ടിന്യൂച്ച് അതങ്ങനെയാണടാ. സാല് വിളിച്ചോ, എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ടേ കണ്ണിക്കാൻ കച്ചിടും. കണ്ണിക്കാൻ കച്ചിടും. അപ്പൊ കണ്ണെന്ന് വെള്ളം മുപ്പത്തന്നെ വിളിച്ചാ മാർക്കാൻ വീടെടുക്കട്ടെ. എയർപോർട്ടിൽ നിന്ന് വിളിച്ചാൽ ഇപ്പൊ നമ്മള് വെല്ലാട്ടിന്ന് കഴിഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾ പോവാണ്. സാല് മുഖം കാണിക്കായിക്കണില്ല. അതെ, ആ ഇന്റർവേർട്ട് ഷൈനസ് എപ്പോഴും വരില്ല. അതാണ് നമ്മള്
അപ്പൊ എന്നാ നീ അവിടെ എത്തിയിട്ട് കാണാം. കൈ മാറ്റ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ബാക്കി. ഞാൻ വണ്ടി ഓക്കെ. പാട്ടൊക്കെ ഡൗണാണ്. നമ്മളിനി വീഡിയോക്ക് വേണ്ടി ഇമോഷണലായി അഭിനയിക്കാൻ പോവാട്ടോ. നമ്മള് മീറ്റ് ചെയ്യും. നമ്മളവിടുന്ന് റീൽ ഇറക്കാണ്ട് പ്രശ്നം എന്താ അറിയോ? ഞാൻ അങ്ങോട്ട് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഈ പാട്ട് അഭിനയിച്ച ഇമോഷണൽ അഭിനയം കാണാൻ ശരിക്കാണ് മനസ്സിലാവില്ല. ഡ്രൈവ് ചെയ്യട്ടെ, വല്ലാതെ അഭിനയിച്ചണ്ട. തുപ്പല വെച്ചോ, കണ്ണിൽ തുപ്പല വെച്ചോ. അതില് പോവായിട്ട് ആകാശം വരെ കരയാണ്. ആകാശം വരെ കരയാണ്. നമുക്ക് വണ്ടി മുഖത്ത് വെള്ളം ഇത്രയും മോശം. പൈസ ചോദിച്ചപ്പോ സാലിന് വേണ്ടി ആകാശം വരെ കരയാണ്. അവിടെ കിട്ടൂലേ? ദുബായിക്കാണ് അവിടുത്തെ മേഘത്തിന്, അത് നമ്മളെ നാട്ടിലുള്ള മേഘത്തിന് മാത്രമുള്ള സങ്കടം. ഇവിടെ ഉള്ള മേഘത്തിന് സാലിന് അറിയില്ലല്ലോ. എന്റെ ഫോണക്കാണ് എപ്പോഴാണ് എത്തണ്ടേ? 5:30 എത്തിയാൽ മതിയില്ലേ? നമ്മള് നേരത്തെ ആയതുകൊണ്ട് 5 മണിക്ക്. അപ്പൊ കൊറേ സമയം ഉണ്ടായോണ്ട് നമ്മളെന്ത് ചെയ്ത് ചായ അടിച്ചിട്ടൊക്കെ പോവായിരുന്നു. സാലിന്റെ അപ്പം ഞാൻ സാലിന്റെ അവസാനായിട്ടൊന്ന് ചായ അടിച്ചാൻ വേണ്ടി നല്ല ഫീലും ഉണ്ടല്ലേ? നല്ല മയും ചൂട് ചായയും. അല്ല ഞമ്മളപ്പ അങ്ങനെ നീ വേണമെങ്കിൽ നമുക്ക് കണ്ടോവാ. കബീറൊക്കെ പോകുന്നുണ്ട്. അംബാസൊക്കെ ഇപ്പൊ തന്നെ പറയണേ ഇത് അവിടെ എത്തിയിട്ട് അവിടെ സെറ്റിൽ ആയിട്ട് ഒന്ന് കൂട്ടെ അങ്ങോട്ട് വരാനേ. അപ്പൊ ഇച്ചുവിനായിട്ടാ പോണ്ട്. അതാണ് ഇപ്പൊ ഈ ഉദ്ദേശം. അതാണ് ഒരു ഭാഗം അംബാസ്, ഒരു ഭാഗം കബീർ, ഒരു ഭാഗം സായൽ. യൂട്യൂബ് ചാനലിന് പൈസ ഇട്ടിട്ടാണ് നമുക്ക് ദുബായിൽ ഒരു ബിൽഡിംഗ് എടുക്കണം. അപ്പൊ നമ്മള് അവസാനത്തെ ടീം മെമ്പേഴ്സ് എല്ലാരും കൂടെ ഉള്ള ചായടിക്ക് പോവാണ്. പക്ഷെ അപ്പോഴും ഒരാൾ മിസ്സിംഗ് ആണ്, സിനാമീട്ടി. ഓനിപ്പോ കുടുംബക്കാരൊപ്പം പെട്ടു. നമ്മൾ ഓനെ അതിൽ കയറ്റി. കാരണം ഒരു കാറിൽ നമുക്ക് സെറ്റിൽ അത്ര ആളല്ലേ കൊണ്ടുള്ളൂ. നമ്മൾ ഇന്നോവ എടുക്കാൻ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഒറ്റയടിക്ക് പിന്നെ ഇവര് വേറെ പോരുണ്ട്, ഇവരെ പെങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ കാർ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ഇന്നോവന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ സിനാനിപടി കിട്ടിയിരുന്നു. ചായ നമ്മള് 6 ആളല്ലേ. നമുക്ക് മൂത്രയിച്ചാൽ പോകട്ടോ, വേറെ ഒന്നല്ലേ. നമ്മള് ചായ പറഞ്ഞു 6 ചായ ആൾക്കാരുള്ളൂ. നമ്മള് അവസാനത്തെ ചായ നേരിടുമ്പോഴും നമുക്ക് ആൾക്കാർ ഫുള്ള് 5 ചായ ഒരു ഹോർലിക്സ്. ഞാൻ ഹോർലിക്സ് കൊടുക്കും. VIP ആണോ? പണ്ട് യൂറോപ്പിലൊക്കെ വളർന്നുകൊണ്ടേ ചായ ഇറങ്ങൂല. പറയണ എന്താ അറിയോ? 2 കൊല്ലം കഴിഞ്ഞ അവന്റെ കല്യാണം ഉണ്ടാക്കണം എന്നാ പറയുന്നത്. നമ്മളെ കുട്ടു രാമനാട്ടുകാരാണ്. അപ്പൊ ഓൻ അവിടുന്ന് കണ്ട് എയർപോർട്ടിലേക്ക് വരാറുണ്ട് അല്ലെ. നമ്മളെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു എയർപോർട്ടിലേക്ക്. നമ്മള് ഇമോഷണൽ സോങ് റൊമാൻറ്റിക് സോങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നമ്മള് സാലിപ്പോ പോണ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടിയുള്ള പടാപടലാണ് ഇപ്പൊ അതൊക്കെ. അപ്പൊ കുറച്ച് റൊമാൻറ്റിക്കും ആവാ, ഇമോഷണൽ മാത്രം കേട്ടാ. എല്ലാരും റൊമാൻറ്റിക് ഫീലാട്ടോ. നമ്മള് എയർപോർട്ടിലെത്തി കേട്ടോ. മറ്റോൽക്ക് അറിയിക്കാനോ അനിഫാക്കാക്ക്. ഓക്കെ നമുക്ക് കയറാനുള്ള സ്ഥലം ഇവിടെ അല്ല. 21-ലാണ് നമ്മളങ്ങോട്ട് പോവാ. നമ്മള് കൊണ്ടോട്ട് അങ്ങാടി ചിലപ്പോ കൊണ്ടോട്ടി അങ്ങാടിയിലേക്ക് കയറാം. എനിക്ക് ഇതിലെ പോണോ? ഞാൻ ഇതിലെ കയറ്റി കോഴിക്കോട് എയർപോർട്ട് കാണാത്തോല് കണ്ടോയിട്ടാ.
നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമ്മളെ വീഡിയോന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളെ ഇടും. എൻട്രിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാ പോണ്. റംസാറിനെ കേട്ടോ ഇവിടെ ഫുള്ള് നമ്മൾ ആദ്യം കയറി എടുത്ത് ഫുള്ള് ചെറുച്ചിക്കുന്ന ആൾക്കാര്, ഇവിടെ നൊളോളിച്ചിക്കുന്ന ആൾക്കാര്. സംഭവം ശരിയാണ്. മൊട്ടസിനാണവിടെ അതെ കൊണ്ടുപോകണം. നമ്മളെ ആൾക്കാരോട് എത്തിയോ നല്ല ബാങ്കാണതാ ബാർബാഗൊക്കെ എടുത്തോളി. സീന്റെ കീസിലുണ്ട്. ഹലോ 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 പോലെ നിക്കതേ. അപ്പൊ എന്റെ അന്തരം പോണ ഈ വേളയിൽ എനിക്കെന്താ പറയാനുള്ളത്? നല്ലൊരു നിമിഷമാണ് അല്ലേ? കരയേണ്ട കൈമോഷനെല്ലാം ഉണ്ട് നമ്മള് കഴിച്ചിടാൻ പോലെ രക്ഷപ്പെടാൻ പോവാണ്. കരയാൻ നമ്മള് സന്തോഷിക്കണം. പഠിച്ച അന്യ ഇനി എല്ലാരും സാലിനൊക്കെ കഴിച്ചിലാക്കട്ടെ. സലാം പറഞ്ഞാൽ എല്ലാം സലാമിന് ഇതുകൊണ്ടാകുമ്പോ നമ്മള് പേഴ്സണൽ സാലിനും അവന്റെ പെണ്ണും ഉണ്ട്. അവന്റെ ഒന്നും പെങ്ങളെ കുട്ടിയാണ്. പോണ്ടിനെ പറ്റി എനിക്കെന്താ പറയാനുള്ളത്? ഒന്നും പറയാല്ലേ? അത് മോശമായല്ലോ. എന്തേലും പറയേ. എന്റെ മാമൻ പോവല്ലേ? എനിക്കെന്താ പറയാനുള്ളത്? ഇത് എന്തേലും കാര്യമായിട്ട് എന്തെങ്കിലും പറയണോ? കാരണം എന്നെ ഒരു വണ്ടി കയറ്റില്ല. അത് നമുക്ക് പോകുമ്പോ പരിഹരിക്കാം. ഇപ്പത്തെ വിഷയം അതല്ലല്ലോ. ഇപ്പത്തെ വിഷയം വേറെ കുട്ടിയുണ്ടല്ലോ ഇവിടെ. നമുക്ക് നല്ല വീഡിയോ ആക്കാല്ലേ ഉള്ളത്. 3L02 പോയല്ലോ. 21 നമുക്ക്. ഹിന്ദി, എമറാത്തി, ഗുജറാത്തി നമ്മളെ ഫ്ലൈറ്റ് എവിടെ? അതിലല്ലോ. എവിടെ ഒന്ന് വായിച്ചാ അതാ ഗുണം. ആ ഗുണം അപ്പുതാതി വന്നു ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാ കൂട്ടന് അല്ലെ? യൂട്യൂബിൽ വീഡിയോ ഇടല്ലേ? ആ കാര്യം പോവുകയാണെങ്കിൽ ആരെയും വരികയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതിനിപ്പോ ചിലപ്പോ അംബാസൊക്കെ പോയിക്കാണ്ട് പിറ്റേ ദിവസം തന്നെ വരും. എന്നാലും അപ്പളേ നമ്മള് വീഡിയോ ഇടുക. അതാണ്. ഹോസ്പിറ്റലിൽ എങ്ങനെ രാജസ്ഥാൻ പോകും, അവിടെ ഹോസ്പിറ്റലിൽ എങ്ങനെ നോക്കും, പിന്നെ അടുത്ത സ്ഥലം പോകും. അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ നോക്കണേ. എല്ലാ നാട്ടിലത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കൂലേ? ഓ നമ്മൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് എങ്ങനെ പുറത്ത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് നോക്കണത്. ഞാൻ അംബാസിഡർ വർക്ക് ചെയ്യാൻ പോയതിൽ വരുന്നതാണ്. ഒരു മൗനകാലം പാടല്. എങ്ങനെ പാട്ട് സാലിഞ്ഞു കൊടുത്തോ. മോന്റെ താത്തയാണിത്. റിനോ പോട്ടെ. അപ്പൊ അങ്ങനെ ഓനും പോയിട്ടുണ്ട്. അതല്ല വേറെ ഉള്ളിൽ കയറാനല്ലോ. എന്തായാലും ഉള്ളിൽ കയറാൻ ഇവിടെ നിൽക്കണ്ടേ? അൻപോ റീലടി
ശാല അപ്പൊ അങ്ങനെ പോവാണ്. സാറെ ഫോട്ടോ എടുക്കാൻ പോകണം നമുക്ക്. ഗായ്സ് അപ്പൊ സാല് പോയി. ഇന്നകത്ത് കടന്നു കഴിഞ്ഞു. ഇത് കിട്ടോ നിങ്ങൾക്ക് അറിയാലോ. അതെ ഓനും എത്തി. നമ്മൾ പറഞ്ഞില്ലേ വീഡിയോയിൽ പറഞ്ഞോളൂ. അപ്പൊ ജിനിയോ ഇത് ഓനെ കുടുംബക്കാരനാണ്. ഓനും വന്നിരുന്നു.